Good morning, students. Today we are taking the topic, next chapter, matrices. Basic numerical methods എന്ന് പറയുന്ന ടോപ്പിക്കിലെ സബ്ജക്റ്റിലെ നെക്സ്റ്റ് മൊഡ്യൂൾ മെട്രിസസ് എന്ന് പറയുന്നതാണ്. What is meant by matrices? What is meant by matrix? A matrix is a rectangular presentation of numbers arranged systematically in rows and columns describing various aspects of phenomena interrelated some manner. And what is meant by matrix? Matrix is a rectangular presentation of numbers. നമ്പേഴ്സിനെ റെക്റ്റാങ്കുലർ ആയിട്ടുള്ള രീതിയിൽ പ്രസൻറ്റ് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. അറേഞ്ച്ഡ് സിസ്റ്റമാറ്റിക്കലി ഇൻ റോസ് ആൻഡ് കോളംസ് ഡിസ്ക്രൈബിംഗ് വേരിയസ് ആസ്പെക്ട്സ് ഓഫ് ഫിനോമിന interrelated some manner. The plural form of matrix is called as matrices. Then what is meant by matrix എന്താണെന്ന് മനസ്സിലായി. Then it was first used in 1850 by J.J. Sylvester. Matrices application widely applied in business areas, finance areas and also economics. Matrix application helpful to solve the linear equations with the help of cost estimation and projection business analysis, which can be useful and also useful for managerial decision making process. മെട്രിക്സ് എന്ന് പറയുന്നത് മാത്തമെറ്റിക്സിലെ വൺ ഓഫ് ദി ടെക്നിക്സ് ആണ്. നമ്മൾ ബിസിനസ് ഫീൽഡിലും നമ്മൾ പഠിക്കുന്ന കൊമേഴ്സ് ആയതുകൊണ്ട് മെട്രിക്സിൻ്റെ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ബിസിനസ് ഫീൽഡിലും ബിസിനസ് അപ്ലിക്കേഷൻ ഉണ്ട് മെട്രിക്സിന്. ദാറ്റ് മീൻസ് ഫിനാൻഷ്യൽ ഏരിയാസ്, ബിസിനസ് ഏരിയാസ്, എക്കണോമിക്സ് ഏരിയാസ്. ദെൻ സോൾവിങ് ദ ലീനിയർ ഇക്വേഷൻസ് ബൈ യൂസിങ് ദ കോസ്റ്റ് എസ്റ്റിമേഷൻ മെത്തേഡ്സ്. Then also same time the sales projection analysis, sales analysis and also useful for managerial decision making. Then നമുക്ക് സിമ്പിളായിട്ട് ദെൻ എന്താണ് മെട്രിക്സ് എന്നുള്ളത് എന്താണെന്ന് മനസ്സിലായി. ഈ മെട്രിക്സിലെ ഫസ്റ്റ് വൺ നമുക്ക് പറയുന്നത് വാട്ട് ഈസ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ്. എന്താണ് മെട്രിക്സ് എന്ന് പറയുക? നമ്പേഴ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയിൽ അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് ഇത് മെട്രിക്സ്. ജസ്റ്റ് എക്സാമ്പിൾ, മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു, ജസ്റ്റ് ഒരു എക്സാമ്പിൾ തരാം. എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 4 5 6 7 8 9. ഇതാണ്, ഇങ്ങനെ സൂചിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക, മെട്രിക്സ് എന്ന് പറയുന്നത്. ദെൻ അനദർ എക്സാമ്പിൾ, ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 3 5 2. ഒന്നുകിൽ സ്ക്വയർ ആയിട്ടോ അല്ലെങ്കിൽ 1 4 6 ഇങ്ങനെയും തരാം. ഏത് രീതിയിൽ വേണമെങ്കിലും, ഒരു റെക്റ്റാങ്കുലർ പ്രസൻറ്റേഷൻ ആവാം, സ്ക്വയർ പ്രസൻറ്റേഷൻ ആവാം. ഇവിടെ നമ്പേഴ്സിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു രീതിയാണ് മെട്രിക്സ് എന്ന് പറയുന്നത്. ഈ മെട്രിക്സ് ഉപയോഗിച്ച് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? കോസ്റ്റ് എസ്റ്റിമേഷന് പറ്റും, അതുപോലെ തന്നെ മാനേജറിയൽ ഡിസിഷൻ മേക്കിംഗ്, സെയിൽസ് ഫോർകാസ്റ്റിംഗ്, സെയിൽസ് പ്രൊജക്ഷൻ ടെക്നിക്സ്, ഇതിനൊക്കെ നമുക്ക് ഈ മെട്രിക്സ് എന്ന് പറയുന്ന ടെക്നിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ലീനിയർ ഇക്വേഷൻസ് സോൾവ് ചെയ്യാനും മെട്രിക്സ് ഉപയോഗിക്കുന്നുണ്ട്. ഈ നമ്പേഴ്സിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് അറേഞ്ച് ചെയ്യുക എന്ന് പറയുമ്പോൾ റോസ് ഉണ്ട്, സെയിം ടൈം കോളംസ് ഉണ്ട്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും മെട്രിക്സ് ഡിനോട്ട് ചെയ്യുമ്പോൾ എ എന്ന് പറയുന്നത് ക്യാപിറ്റൽ ലെറ്ററിലായിരിക്കണം. എ ഈസ് ഈക്വൽ ടു, ദെൻ മെട്രിക്സ് ഇതിനെ നമ്മൾ ഈ രീതിയിലായിരിക്കും പ്രസൻറ്റ് ചെയ്യാം. മെട്രിക്സ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് റോ. ഫസ്റ്റ് റോ എന്ന് പറയുന്നത് ഏതാ? ദിസ് ആർ ദി ഫസ്റ്റ് റോ, കണ്ടോ. ദെൻ സെക്കൻഡ് റോ, തേർഡ് റോ, ദെൻ ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം. ഇങ്ങനെയായിരിക്കും മെട്രിക്സ് നമ്മൾ പ്രസൻറ്റ് ചെയ്യുന്നുണ്ടാവുക. റോസ് ആൻഡ് കോളംസ് ആയിട്ടാണ് നമ്മൾ മെട്രിക്സ് പ്രസൻറ്റ് ചെയ്യുന്നത്. ഇതിൽ ഓരോ എലമെൻറ്റിനും ഓരോ പൊസിഷനുണ്ട്. ഓരോ എലമെൻറ്റിനും ഓരോ പൊസിഷൻ എന്ന് പറയുന്നത് ഒന്നുകൂടെ ഞാൻ എഴുതാണ്. 1 2 3 4 5 6 7 8 9. ഇതിൽ ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷൻ എന്ന് പറയുന്നത്, ഇതിൽ ഓരോ നമ്പേഴ്സിനെയും എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ് എന്ന് പറയുക. എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് എ, എലമെൻറ്റ്സ് ഓഫ് മെട്രിക്സ് ബി എന്നാണ് പറയുക. ദെൻ ഇതിൽ ഫസ്റ്റ് പൊസിഷൻ A11, A12, A13. ദെൻ A21, A22, A23, A31, A32, A33. അതായത് 11 12 13. അപ്പോൾ 11 12
1 3. 1 1 ഡിനോട്ട് ചെയ്യുന്നത് ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഫസ്റ്റ് റോ തേർഡ് കോളം. Then second row first column, second row second column, second row third column. Third row first column, third row second column, third row third column. കുട്ടികൾ ഇത് ഇതേപോലെ തന്നെ പ്രൊനൗൺസ് ചെയ്യുക, നിങ്ങൾക്ക് ക്ലിയർ ആയിരിക്കും. 1 1 ഫസ്റ്റ് റോ ഫസ്റ്റ് കോളം, ദറ്റ് ഈസ് ദ ഫസ്റ്റ് എലമെൻറ്റ്. ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, കേട്ടോ, ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, ഇതാണ് പൊസിഷൻ. ഫസ്റ്റ് റോ തേർഡ് കോളം. ഇപ്പോൾ നമുക്ക് ജസ്റ്റ് ഇതെല്ലാം മായ്ച്ച് കളഞ്ഞിട്ട് നമുക്ക് ചോദിക്കാം, which is the element of 3 3, which is the element of A33. A33 എന്ന് പറയുന്ന പൊസിഷനിലുള്ള എലമെൻ്റ് ഏതാ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A33 തേർഡ് റോ തേർഡ് കോളം, ദറ്റ് ഈസ് ദ എലമെൻറ്റ്, ദറ്റ് ഈസ് ഈക്വൽ ടു 9. കേട്ടോ. ദെൻ ഇവിടെ A22 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ A22 സെക്കൻഡ് റോ സെക്കൻഡ്, ആദ്യം എഴുതുന്നത് റോയും രണ്ടാമത് എഴുതുന്നത് കോളോ ആയിരിക്കണം. A22 എന്ന് പറയുമ്പോൾ സെക്കൻഡ് റോ സെക്കൻഡ് കോളം. A23 കണ്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, A23 എന്ന് പറയുന്ന എലമെൻറ്റ് ഏതാ ചോദിക്കുമ്പോൾ A23 ഈസ് ഈക്വൽ ടു 6 സെക്കൻഡ് റോ തേർഡ് കോളം, ദറ്റ് ഈസ് എ എലമെൻറ്റ് പൊസിഷൻ. ദെൻ നെക്സ്റ്റ് ടോപ്പിക്, what is the order of a matrix? Order of a matrix. ഒരു മെട്രിക്സിൻ്റെ ഓർഡർ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് എപ്പോഴും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ മെട്രിക്സിൽ ഇപ്പോൾ പറയുമ്പോഴും റോ ആയിരിക്കണം ആദ്യം പറയേണ്ടത്. ഈ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്, ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്, സോ ഇറ്റ് ഈസ് കോൾഡ് ആസ് സ്ക്വയർ മെട്രിക്സ്. സ്ക്വയർ മെട്രിക്സിലെ ഈ സ്ക്വയർ മെട്രിക്സിൻ്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ 3 എന്നേ പറയാനുള്ളൂ. അതായത് 3/3, 3 × 3 എന്ന് എഴുതെങ്കിൽ കൂടെ നമ്മൾ പ്രൊനൗൺസ് ചെയ്യുന്നത് എങ്ങനെയാണ്? 3 × 3 എന്ന് പറയുന്നതാണ്, 3/3 എന്നാണ് ഇതിനെ പ്രൊനൗൺസ് ചെയ്യുക. ദെൻ ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ. അപ്പോൾ 3 റോസ് ഉണ്ട്, എത്ര കോളംസ് ഉണ്ട്? ഫസ്റ്റ് കോളം സെക്കൻഡ് കോളം, ദറ്റ് ഈസ് 3/2. എങ്ങനെയാണ് പ്രൊനൗൺസ് ചെയ്യുക? 3/2. ഫസ്റ്റ് മെട്രിക്സ് ഓർഡർ 3, സെക്കൻഡ് മെട്രിക്സ് ഓർഡർ 3/2. ക്ലിയർ ആയിട്ടുണ്ട്. ദാറ്റ് ഈസ് ദ ഓർഡർ ഓഫ് എ മെട്രിക്സ്. ദെൻ വേറൊരു ക്വസ്റ്റ്യൻ തരികയാണെങ്കിൽ, ക്വസ്റ്റ്യൻ 1 2 3 4 5 6. ഓർഡർ ഓഫ് എ 2/3. അപ്പോൾ ഓർഡർ ഓഫ് എ എന്ന് ചോദിക്കുമ്പോൾ 2/3. അപ്പോൾ 2/3 എന്ന് പറയാനുള്ള ഫസ്റ്റ് റോ സെക്കൻഡ് റോ, 2 റോസും 3 കോളംസും, സോ 2/3. അപ്പോൾ മെട്രിക്സ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി. എ മെട്രിക്സ് ഈസ് എ rectangular presentation of numbers arranged systematically in rows and columns describing various aspects of phenomena interrelated some manner. ചില നമ്പേഴ്സിനെ സ്പെസിഫിക് റിലേഷൻഷിപ്പോടുകൂടി റോസോ കോളംസോ ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന ഒരു പ്രത്യേക രീതിയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിലെ ഓരോ എലമെൻറ്റിൻ്റെയും പൊസിഷൻ എങ്ങനെയാണ് നമ്മൾ പറയുക? A11, A12, A13. സെക്കൻഡ് റോ എടുക്കുമ്പോൾ A21, A22, A23. തേർഡ് റോ A31, A32, A33. ഇങ്ങനെ ഓരോ എലമെൻസിനും ഓരോ പൊസിഷനുണ്ട്. ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുമ്പോൾ ഇങ്ങനെ ഓർഡർ കൗണ്ട് ചെയ്യുക, എത്ര റോസ് ഉണ്ട് നോക്കണം. ദെൻ 3 2/3 ഫസ്റ്റ് റോ സെക്കൻഡ് റോ 2/3. ഈ മെട്രിക്സ് 3/2 ആണ്. ഈ മെട്രിക്സ് 3/2 എന്ന് പറയാനുള്ള കാരണം എന്താ? ഫസ്റ്റ് റോ സെക്കൻഡ് റോ തേർഡ് റോ, 3 റോസും 2 കോളംസ് ഉള്ളത് കൊണ്ട് 3/2. അപ്പോൾ ഇത്തിരി നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. ദെൻ മെട്രിക്സിലെ നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് മെട്രിസസ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിസസ് ഉണ്ട് അതിൽ. ദെൻ ഫസ്റ്റ് വൺ ഈസ് റോ മെട്രിക്സ്. നെക്സ്റ്റ് ടോപ്പിക് ടൈപ്സ് ഓഫ് മെട്രിസസ്. എല്ലാവരും നോട്ട്ബുക്ക് എടുത്തിട്ട് ഈ പറയുന്ന പോലെ
ആദ്യം ഈ ചാപ്റ്ററിൻ്റെ പേര് എഴുതാം. നമ്മുടെ ഇക്വേഷൻസ് എന്ന് പറയുന്ന ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തു. സെക്കൻഡ് ചാപ്റ്ററിലേക്ക് വന്നു. സെക്കൻഡ് ചാപ്റ്ററിൽ മെട്രിസസ് എന്ന് പറയുന്നതാണ് സെക്കൻഡ് മൊഡ്യൂൾ. മെട്രിസസ് എന്ന് കൊടുക്കുക. ഈ പറഞ്ഞിരിക്കുന്ന ഡെഫിനേഷൻ എഴുതിയെടുക്കുക. അതേപോലെ തന്നെ ഈ എക്സാമ്പിൾസ് കുറിച്ച് വയ്ക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ടൈപ്സ് ഓഫ് മെട്രിസസ്. നെക്സ്റ്റ് ടോപ്പിക് നമ്മുടെ ടൈപ്സ് ഓഫ് മെട്രിസസ് ആണ്. ടൈപ്സ് ഓഫ് ഇവിടെ എഴുതാം. ടൈപ്സ് ഓഫ് മെട്രിസസ്. Types of matrices. First one is raw matrix. A matrix which has only one row is called as raw matrix. A matrix which has only one row. A matrix which has only one row. A matrix which has only one row. That is, example is A is equal to matrix 1, 2, 3. Second row ഇല്ല. കണ്ടോ? ഫസ്റ്റ് റോ ഒരൊറ്റ റോ മാത്രമുള്ള മെട്രിക്സിനെയാണ് എന്ത് പറയാറുള്ളത്? റോ മെട്രിക്സ് എന്ന് പറയാം. അനദർ വൺ ഈസ് വേറെ നമുക്ക് കൊടുക്കാം. ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 2, 3 ഇങ്ങനെയൊക്കെ കൊടുക്കാം. ഒരൊറ്റ റോ മാത്രമായിട്ട് എഴുതണമെങ്കിൽ അതിനെ റോ മെട്രിക്സ് എന്നും. ദെൻ സെക്കൻഡ് വൺ ഈസ് കോളം മെട്രിക്സ്. കോളം മെട്രിക്സ് what is meant by column matrix എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ a matrix which has only one column. Example A is equal to matrix 1, 2, 3. കണ്ടോ? താഴേക്ക് ഒരു കോളം മാത്രമായിട്ട് എഴുതാം. ബി ഈസ് ഈക്വൽ ടു മെട്രിക്സ് 4, 5, 6. ഇങ്ങനെ നമ്മൾ റോ ആയിട്ടോ കോളമായിട്ടോ മാത്രം എഴുതുന്നതിനെയാണ് നമ്മൾ എന്താ പറയുക? റോ മെട്രിക്സ് ഓർ കോളം മെട്രിക്സ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് വൺ സ്ക്വയർ മെട്രിക്സ് 1, 2. നെക്സ്റ്റ് വൺ ഈസ് സ്ക്വയർ മെട്രിക്സ്. Square matrix. Number 3, square matrix. In the square matrix എന്ന് പറയുമ്പോൾ a matrix which has equal number of rows and columns is called as square matrix. A matrix which has equal number of rows and columns. നല്ല സിമ്പിളാണ്. നമുക്ക് ഈ നമ്പേഴ്സ് കൊണ്ട് ഒരു ഗെയിം പോലെയാണ് നമുക്ക് ഇത് ഫീൽ ചെയ്യുക. അഡീഷൻ ഓഫ് മെട്രിക്സ്, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് മെട്രിക്സ്, ദെൻ അതുപോലെ തന്നെ സബ്ട്രാക്ഷൻ ഓഫ് മെട്രിക്സ്, ഇതൊക്കെ അല്ലെങ്കിൽ മൾട്ടിപ്ലിക്കേഷൻ ബൈ സ്കാലാർ മെത്തേഡ്, ഇക്വേഷൻസ് സോൾവ് ബൈ ക്രാമേഴ്സ് റൂൾ എന്നൊക്കെ പറയുന്ന ടെക്നിക്സുകൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് എന്ത് ഉപയോഗിച്ചിട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇതേപോലെ പ്രസൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്പേഴ്സിനെ ഒരു പ്രത്യേക രീതിയിൽ അറേഞ്ച് ചെയ്യുന്നതിനെയാണ് മെട്രിക്സ് എന്ന് പറയുക. ഈ മെട്രിക്സിലെ ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് വരുന്നതിനെയാണ് എന്ത് പറയുക? സ്ക്വയർ മെട്രിക്സ്. ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ് എന്ന് പറയുമ്പോൾ A is equal to matrix 2, 5, 3, 2. ഈക്വൽ നമ്പർ അല്ലേ? 3, 4, 5, 2, 1, 3, 4, 5, 3. Another matrix. Then in the order 2, order 3. Then next one is 1, 2, 3, 4, 5, 6, 7, 8, 2, 5, 11, 10, 13, 14, 2. ഇങ്ങനെയും തരാം. ദെൻ ഓർഡർ 3, ഓർഡർ 4. കണ്ടോ? അപ്പോൾ എന്താ സ്ക്വയർ മെട്രിക്സ് എന്ന് പറയുമ്പോൾ
square matrix, a matrix which has equal number of rows and columns. Equal number of rows and columns, the matrix is called as square matrix. അപ്പോൾ എന്തൊക്കെ matrix ആണ് നമ്മൾ പഠിച്ചത്? Different types of matrix. What is meant by row matrix? What is meant by column matrix? The next one is what is meant by square matrix. The next one is square matrix ന് പകരം rectangular matrix. Rectangular. Rectangular matrix, a matrix which has not equal number of rows and columns. അപ്പോൾ എന്താ പറയുക? റെക്ടാങ്കുലർ മാട്രിക്സിലെ a matrix which has not equal number of rows and columns is called as rectangular matrix. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു എലമെൻറ്റ് കൂട്ടി കൊടുക്കാം. ഇതിൻ്റെ പൊസിഷൻ എന്തായിട്ട് മാറി? റെക്ടാങ്കുലർ. ഓർഡർ ഓഫ് മെട്രിക്സ് എത്രയായിരിക്കും? 2/3. ഉണ്ടോ? 2/3. സെക്കൻഡ് മെട്രിക്സിലെ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ, ദെൻ 3/4. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. ഈ മെട്രിക്സിൻ്റെ റെക്ടാങ്കുലർ പ്രസൻറ്റേഷനിലാണ് നമ്പറേഴ്സിനെ തന്നിരിക്കുന്ന എലമെൻറ്റ്സ് അല്ലെങ്കിൽ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ പ്രസൻറ്റേഷൻ എന്ന് പറയുന്നത് റെക്ടാങ്കുലർ ഫോർമാറ്റിലാണെങ്കിൽ ദാറ്റ് ഈസ് ഓൾസോ കോൾഡ് ആസ് റെക്ടാങ്കുലർ മെട്രിക്സ്. റെക്ടാങ്കുലർ മെട്രിക്സിൻ്റെ ഓർഡർ ഓഫ് മെട്രിക്സ് 3/4. ഫസ്റ്റ് മെട്രിക്സ് 2/3. Then another example is 2/4. ഉണ്ടോ? ഇങ്ങനെയൊക്കെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റെക്റ്റാങ്കുലർ മെട്രിക്സിൽ ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ 2/3, സെക്കൻഡ് മെട്രിക്സ് 3/4 ആൻഡ് തേർഡ് മെട്രിക്സ് 2/4. ഇതിനെയാണ് നമ്മൾ ഇത് പറയുക റെക്റ്റാങ്കുലർ മെട്രിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ ദെൻ നെക്സ്റ്റ് വൺ ഈസ് what are the different types of matrices. Next topic, what is meant by leading diagonal? What is meant by leading diagonal? What is meant by? ഇനി എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കോളം മെട്രിക്സ്, റോ മെട്രിക്സ്, സ്ക്വയർ മെട്രിക്സ്, റെക്ടാങ്കുലർ മെട്രിക്സ്. What is meant by leading diagonal? ലീഡിങ് ഡയഗണലിൽ എന്താണ് ലീഡിങ് ഡയഗണൽ? മെട്രിക്സ് എലമെൻറ്റ്സ് A11, A22, A33, A44 ഫോം ദ ലീഡിങ് ഡയഗണൽ. അതായത് എ മെട്രിക്സ് ഒരു മെട്രിക്സിലെ എലമെൻറ്റ്സ് A11, A22, A33, A44 എക്സെട്ര. ഇങ്ങനെ വരുന്ന എക്സെട്ര ഫോം ദ ലീഡിങ് ഡയഗണൽ. അപ്പോൾ ലീഡിങ് ഡയഗണൽ എന്ന് പറയുമ്പോൾ ഒരു മെട്രിക്സിലെ ഈ പൊസിഷൻ നോക്കാം. 1 1, 2 2, 3 3, 4 4 എന്നൊക്കെ പറയുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ലീഡിങ് ഡയഗണൽ എന്ന് പറയാം. ജസ്റ്റ് എൻ എക്സാമ്പിൾ, A is equal to matrix 4 3 2 6 7 1 8 5 4 8 5 10. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൽ ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ് ഏതൊക്കെയാണ്? എലമെൻറ്റ്സ് ഓഫ് എ മെട്രിക്സ്. ഒരു മെട്രിക്സിലെ എലമെൻറ്റ്സ് എന്ന് പറയുന്നതിൽ A11 എന്ന് പറയുന്ന പൊസിഷൻ ഏതാ? A11 കണ്ടോ? A22 എലമെൻ്റ് ഏതാ? 7. A33 എലമെൻ്റ് ഏതാ? 10. ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ് ഈ തന്നിരിക്കുന്നതിൽ 1 1. അപ്പോൾ ഇവിടെ നിങ്ങൾ ഇങ്ങനെ അങ്ങോട്ട് മാർക്ക് ചെയ്യാം കേട്ടോ, ഡയഗണൽ. ദെൻ ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ് 4 7 10. ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ്
4, 7, തന്നിരിക്കുന്ന എക്സാമ്പിളിൽ 4, 7, 10. ഇത്തരത്തിൽ സിമ്പിളായിട്ട് നമുക്ക് മെട്രിക്സിനെ പഠിക്കാനായിട്ട് സാധിക്കും. സോ ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഡയഗണൽ മെട്രിക്സ്. വാട്ട് ഈസ് മെൻ ബൈ diagonal matrix? What is meant by diagonal matrix? A square matrix in which all the elements, a square matrix in which all the elements except the leading diagonal are 0. ഒരു സ്ക്വയർ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസ് ഒഴികെയുള്ള എല്ലാ നമ്പേഴ്സും 0 ആയി പോകുന്ന സിറ്റുവേഷൻ, ആ സിറ്റുവേഷനിലെ ആ മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുക? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുക. അപ്പം എന്താ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ മെട്രിക്സ്? എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all the elements except the leading diagonal. except the leading diagonal എന്ന് പറയുമ്പോൾ അപ്പോൾ നമുക്ക് ആദ്യം ലീഡിങ് ഡയഗണൽ എഴുതാം. 5, 6, 7. except the leading diagonal. ഈ ലീഡിങ് ഡയഗണൽസ് ഒഴികെ ബാക്കിയുള്ള എല്ലാ എലമെൻസും 0 ആയി പോവാം. ക്ലിയർ? ദെൻ അതിന് ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത്, 2 കണ്ടീഷൻ ഉണ്ട്. ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറയുന്നത് എ എന്ന് പറയുന്ന മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഈ സ്ക്വയർ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽ എന്ന് പറഞ്ഞാൽ എന്താ? A11, A22, A33. ഈ പൊസിഷനിൽ വരുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീഡിങ് ഡയഗണൽ എലമെൻറ്റ്സ്, ലീഡിങ് ഡയഗണൽസ് എന്ന് പറയാം. ഇപ്പോൾ വാട്ട് ഈസ് മീൻ ബൈ ഡയഗണൽ മെട്രിക്സ് എന്ന് ചോദിച്ചാലോ, എ സ്ക്വയർ മെട്രിക്സ് ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. എ സ്ക്വയർ മെട്രിക്സ് ഇൻ വിച്ച് all the elements except leading diagonal, ലീഡിങ് ഡയഗണൽസ് ഒഴികെയുള്ള എല്ലാ എലമെൻസും 0 ആയി പോവുകയാണെങ്കിൽ അത്തരത്തിലുള്ള മെട്രിക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയാം. ഈ തന്നിരിക്കുന്ന മെട്രിക്സിൻ്റെ ഓർഡർ എത്രയാണ്? ഓർഡർ ഈസ് 3. അപ്പം നമുക്ക് എന്താണ് ഡയഗണൽ മെട്രിക്സ് എന്നറിയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ സ്കാലാർ മെട്രിക്സ്. 6.1 സ്കാലാർ മെട്രിക്സ്. സ്കാലാർ മെട്രിക്സ് എത്രാമത്തെ പോയിന്റ്? അത് സ്കാലാർ മെട്രിക്സ് 6th പോയിന്റ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെട്രിക്സിൽ 6th പോയിന്റ് സ്കാലാർ മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽസ് ആർ ഈക്വൽ. എ ഡയഗണൽ മെട്രിക്സ് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം. ഫസ്റ്റ് കണ്ടീഷൻ. ആദ്യം ഡയഗണൽ മെട്രിക്സിൻ്റെ ഫസ്റ്റ് നമ്മൾ പറഞ്ഞ എന്താ? ഒരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. ഒരു സ്ക്വയർ മെട്രിക്സിൽ ലീഡിങ് ഡയഗണൽസ് ഒഴികെ ബാക്കി എല്ലാ നമ്പേഴ്സും എന്തായിരിക്കണം? 0 ആയിരിക്കണം. ലീഡിങ് ഡയഗണൽസ് മാത്രം നമ്പേഴ്സ് ആണെങ്കിൽ മാത്രമേ നമ്മൾ അതിന് എന്തെന്ന് പറയുന്നുള്ളൂ? ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്നുള്ളൂ. ഈ സ്കാലാർ മെട്രിക്സിൽ എ ഡയഗണൽ മെട്രിക്സ്, അപ്പോൾ ഡയഗണൽ മെട്രിക്സിൻ്റെ കണ്ടീഷൻസ് എല്ലാം ഫുൾഫിൽ ചെയ്തിരിക്കണം. അപ്പോൾ എ ഡയഗണൽ മെട്രിക്സ് ഇൻ which all the diagonal elements are equal. No. അപ്പോൾ ഇവിടെ what is meant by scalar matrix? A diagonal matrix in which all the elements are equal. ഇവിടെ എലമെൻറ്റ്സ് ഈക്വൽ ആണോ? അല്ല. ഈ മെട്രിക്സിന് എന്താ പറയുക? ഡയഗണൽ മെട്രിക്സാണ്. അപ്പോൾ ഡയഗണൽ മെട്രിക്സ് എന്ന് പറയുന്ന ഫസ്റ്റ് കണ്ടീഷൻ ഫുൾഫിൽ ചെയ്തു. ഒരു ഡയഗണൽ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസ് എന്ന് പറയുന്നത് ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലിമെൻറ്റ്സ് എന്ന് പറയുന്നത് ലീഡിങ് ഡയഗണൽസ് ആർ ഈക്വൽ. ഇതൊരു
സ്കാലാർ മെട്രിക്സ് ആണ്. സ്കാലാർ മെട്രിക്സ് എന്തൊക്കെയാവാം? ദെൻ 4 4 4. ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. കണ്ടോ? ഇതൊരു സ്കാലാർ മെട്രിക്സ് ആണ്. ഏത് നമ്പർ വേണമെങ്കിൽ നമുക്ക് എഴുതാം. ദെൻ 2 2 2, അല്ലെങ്കിൽ ഇങ്ങനെ എഴുതാം, ഓർഡർ 2ൽ എഴുതാം. കണ്ടോ? ഇപ്പോഴും A11 A22. ഇത് ഡയഗണൽ മെട്രിക്സ് ആണ്. കാരണം എന്താ? ലീഡിങ് ഡയഗണൽസ് ഒഴികെ ബാക്കിയെല്ലാം 0 ആണ്. പക്ഷേ ലീഡിങ് ഡയഗണൽസ് എല്ലാം തന്നെ സെയിം ആണ്. ഇതിനെ ഡയഗണൽ മെട്രിക്സ് എന്നും പറയാം. അതിനേക്കാളും ഏപ്റ്റായിട്ടുള്ള ആൻസർ ഏതാണ്? സ്കാലാർ മെട്രിക്സ് ആണ്. കണ്ടോ? അപ്പോൾ ഈ മെട്രിക്സിനെയാണ് നമ്മൾ എന്താ പറയുക? സ്കാലാർ മെട്രിക്സ് എന്ന് പറയണേ. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്. 7th one. Unit matrix or identity ശ്രദ്ധിക്കുക, ഇപ്പോഴും ചോദിക്കാറുള്ളതാണ്. വാട്ട് ഈസ് മീൻ ബൈ യൂണിറ്റ് മെട്രിക്സ് ഓർ ഐഡൻറ്റിറ്റി മെട്രിക്സ്? എ ഡയഗണൽ മെട്രിക്സ് in which of the diagonal elements is unity. Diagonal element is unity. അതായത് 1 1 1 1 1 1 1 1. ഇതൊക്കെ ഇതിന് എക്സാമ്പിളാണ്, യൂണിറ്റ് മെട്രിക്സസിന് എക്സാമ്പിളാണ്. അപ്പോൾ ഒരു ആദ്യം മുതൽ നമുക്ക് അവിടെ ചെറിയ ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്. വാട്ട് ഈസ് മീൻ ബൈ ഫസ്റ്റ് വൺ ഇസ് ലീഡിങ് ഡയഗണൽ. ഒരു സ്ക്വയർ മെട്രിക്സിലെ A11 A22 A33 A44. These diagonal numbers are called as leading diagonal. ആ നമ്പേഴ്സിനെ ലീഡിങ് ഡയഗണൽ എന്ന് പറയുന്നു. നെക്സ്റ്റ് പഠിച്ചത് എന്താ? ഡയഗണൽ മെട്രിക്സ്. ഡയഗണൽ മെട്രിക്സിലെ എ സ്ക്വയർ മെട്രിക്സ് which all the elements except the leading diagonals are 0. തന്നിരിക്കുന്ന ഒരു സ്ക്വയർ മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസ് ഒഴികെ ബാക്കിയെല്ലാം 0 വരികയാണെങ്കിൽ അതിനെ നമ്മൾ ഡയഗണൽ മെട്രിക്സ് എന്നാണ് പറയാം. അപ്പോൾ ഡയഗണൽ മെട്രിക്സിലെ 1 1 2 2 3 3 ഈ പൊസിഷൻ നോക്കാം. ബാക്കി എല്ലാ നമ്പേഴ്സും 0 ആയിരിക്കാം. ആ പൊസിഷനിലുള്ള എല്ലാ എലമെൻസും എന്ന് പറയുന്നത് ഡിഫറെൻ്റ് ആയിരിക്കാം. 4 5 6 7 8 9 ലീഡിങ് ഡയഗണൽസ് വ്യത്യസ്തമായിരിക്കാം. ബാക്കി എല്ലാ എലമെൻസും 0 ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മൾ അതിനെന്താ പറയുക? ലീഡിങ് ഡയഗണൽ മെട്രിക്സ് എന്നാണ് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ഡയഗണൽ മെട്രിക്സ് കഴിഞ്ഞാൽ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മീൻ ബൈ സ്കാലാർ മെട്രിക്സ് എന്നാണ്. അപ്പോൾ സ്കാലാർ മെട്രിക്സിലെ എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ആർ ഈക്വൽ. അതായത് ഒരു ഡയഗണൽ മെട്രിക്സ് ആയിരിക്കണം 1 1 2 2 3 3. ഈ പൊസിഷനിലെ നമ്പറൊക്കെ സെയിം ആവാം. ഏതും ആവാം. 4 ആവാം, 5 ആവാം, 9 ആവാം, 10 ആവാം, 15 ആവാം. ഏത് നമ്പർ എടുത്തു കഴിഞ്ഞാലും ലീഡിങ് ഡയഗണൽസ് സെയിം ആയിരിക്കും. എല്ലാം അതിൻ്റെ മുകളിലോ താഴെയുള്ളതെല്ലാം 0 ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ അതിനെ സ്കാലാർ മെട്രിക്സ് എന്ന് പറയണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് യൂണിറ്റ് മെട്രിക്സ്. എ ഡയഗണൽ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദ ഡയഗണൽ എലമെൻറ്റ്സ് ഈസ് യൂണിറ്റി ഈസ് സെഡ് ടു ബി യൂണിറ്റ് മെട്രിക്സ്. Then next one is null matrix or it is also called as zero matrix. Null matrix or it is also called as zero matrix. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കാറുള്ളത് ഒന്ന് യൂണിറ്റ് മെട്രിക്സും അതുപോലെ തന്നെ null matrix or zero matrix. Null matrix or zero matrix. കണ്ടോ? നൾ മെട്രിക്സ് ഓർ സീറോ മെട്രിക്സ്. ഇതെല്ലാം മാറ്റണമെന്നില്ലായിരുന്നില്ല. വാട്ട് ഈസ് മീൻ ബൈ നൾ മെട്രിക്സ്? നൾ മെട്രിക്സിൽ എ മെട്രിക്സ് വിച്ച് എവരി എലമെൻറ്റ് ഈസ് എ മെട്രിക്സ് in which all the elements is
all the elements is 0. All the elements is 0. നൾ മെട്രിക്സിൽ എല്ലാ എലമെൻസും 0 ആയിക്കഴിഞ്ഞാൽ ആ മെട്രിക്സിനെയാണ് നൾ മെട്രിക്സ് എന്ന് പറയുക. മെട്രിക്സിലെ 0 0 0 0 ഇസ് എ നൾ മെട്രിക്സ്. എന്താ പറയുക? നൾ മെട്രിക്സ്. NULL നൾ മെട്രിക്സ്. എക്സാമ്പിൾ ഈസ് 0 0 0 0. കണ്ടോ? The next one is example is 0 0 0 0 0. കണ്ടോ? all element is 0. all elements is 0. So it is also called as null matrix or zero matrix. ഇതിനെ null matrix എന്നോ അതുമല്ലെങ്കിൽ zero matrix എന്നുള്ള പേരിൽ അറിയപ്പെടുന്നു. അപ്പോൾ what is meant by null matrix or zero matrix? A matrix in which how all the elements is 0 is called as zero matrix. Then next one is triangular matrix. Next one is triangular matrix. This is triangular. What is meant by triangular matrix? If every element above and below the leading diagonal is 0. That is meant by if every element above and below the leading diagonal are 0. That matrix is called as triangular matrix. ഈ ട്രയാങ്കുലർ മെട്രിക്സിന് അതായത് ഒരു സ്ക്വയർ മെട്രിക്സ് ലീഡിങ് ഡയഗണൽസ് എന്ന് പറഞ്ഞാൽ നമ്പർ അറിയാം നമുക്ക് 1 1 2 2 3 3. ഈ പൊസിഷനിൽ വരുന്ന എലമെൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? ലീഡിങ് ഡയഗണൽസ് എന്ന് പറയാം. ഈ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകൾ ഭാഗത്തോ അല്ലെങ്കിൽ താഴ്ഭാഗത്തോ 0 ആയിട്ട് വരുന്നുണ്ടെങ്കിൽ അതിന് ട്രയാങ്കുലർ മെട്രിക്സ് എന്നാണ് പറയുക. അതായത് മെട്രിക്സ് ഈഫ് എവറി എലമെൻറ്റ് എബവ് ആൻഡ് ബിലോ ദ ലീഡിങ് ഡയഗണൽസ് ആർ ട്രയാങ്കുലർ മെട്രിക്സ്. Then it may be classified into two. It may be classified into അതിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. Then first one is upper triangular, second one is lower triangular. Upper triangular, first one is upper triangular. അപ്പോൾ എന്താ അപ്പർ ട്രയാങ്കുലർ എന്ന് നോക്കാം. അപ്പർ ട്രയാങ്കുലറിലെ എന്താ? In the upper triangular all the elements below the leading diagonal, all the elements below the leading diagonal are 0. അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ലീഡിങ് ഡയഗണൽസിൻ്റെ മുകൾ ഭാഗത്തെ നമ്പേഴ്സും താഴ്ഭാഗത്ത് 0. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുക. ഒരു എക്സാമ്പിൾ നമുക്ക് ഇട്ടുതരാം. ഒരു എക്സാമ്പിൾ ഇട്ട് വരുമ്പോൾ what is meant by upper triangular or lower triangular എന്നുള്ളതാണ്. upper triangular all the elements below the leading diagonal are 0. below the leading diagonal കണ്ടോ 1 2 3 4 5 6. കണ്ടോ? ഇത് അപ്പർ ട്രയാങ്കുലറിന് എക്സാമ്പിൾ ആണ്. ഇവിടെ ഇങ്ങനെ നോക്കാം. ഇവിടെ അപ്പർ ട്രയാങ്കുലർ all the elements below the leading diagonal are 0. below the leading diagonal ഏതാ? 1 2 3 എന്ന് പറയുന്നതാണ് ലീഡിങ് ഡയഗണൽ.
അപ്പോൾ അപ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ് എന്താ? ലീഡിങ് ഡയഗണൽസിൻ്റെ മുകൾ ഭാഗത്ത് നമ്പേഴ്സ് ഉണ്ടായിരിക്കും, ലീഡിങ് ഡയഗണലിൻ്റെ താഴ്ഭാഗത്ത് 0 ആയിരിക്കും. ഇതിനെയാണ് നമ്മൾ എന്താ പറയുക? അപ്പർ ട്രയാങ്കുലർ എന്ന് പറയുക. ഇനി ലോവർ ട്രയാങ്കുലർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ എക്സാമ്പിൾ എഴുതി വയ്ക്കാം. ലോവർ ട്രയാങ്കുലർ ഒരു സെൻറ്റൻസ് എഴുതി വയ്ക്കാം. ലോവർ ട്രയാങ്കുലർ ഓൾ ദി എലമെൻറ്റ്സ് എബവ് ദ ലീഡിങ് ഡയഗണൽ ആർ 0. ലീഡിങ് ഡയഗണൽസിൻ്റെ മുകൾ ഭാഗത്ത് 0 വരിക. 3, 4, 5. ഇത് ലോവർ ട്രയാങ്കുലറും ഇത് അപ്പർ ട്രയാങ്കുലറാണ്. അപ്പോൾ എന്താ പറയേണ്ടത്? വാട്ട് ഈസ് മീൻ ബൈ അപ്പർ ട്രയാങ്കുലർ? അപ്പർ ട്രയാങ്കുലർ ഓൾ ദ എലമെൻറ്റ്സ് ബിലോ ദ ലീഡിങ് ഡയഗണൽ. ബിലോ ദ ലീഡിങ് ഡയഗണൽ ആർ 0. കണ്ട, ലീഡിങ് ഡയഗണൽസ് ഏതാ? ലീഡിങ് ഡയഗണൽസ് 1, 2, 3. ഇതാണ് ലീഡിങ് ഡയഗണൽസ്. ഈ ലീഡിങ് ഡയഗണൽസിൻ്റെ താഴ്ഭാഗത്ത് 0 വരിക, മുകൾ ഭാഗത്ത് നമ്പർ വരിക. ശരിയാണല്ലോ? താഴ്ഭാഗത്ത് 0 വരിക. ദ അപ്പർ ട്രയാങ്കുലർ ഓൾ ദി എലമെൻറ്റ്സ് ബിലോ ദി ലീഡിങ് ഡയഗണൽ ആർ 0. ലോവർ ട്രയാങ്കുലറിലോ? വാട്ട് ഈസ് മീൻ ബൈ ലോവർ ട്രയാങ്കുലർ എന്ന് പറയുമ്പോൾ ദ ലോവർ ഓൾ എഴുതി വയ്ക്കുക സെൻറ്റൻസ്. ഓൾ ദ എലമെൻറ്റ്സ് എബവ്. ഈ ബിലോ എന്നുള്ളത് എബവ് എന്നാക്കി കഴിഞ്ഞാൽ എന്തായി? ലോവർ ട്രയാങ്കുലറായി. ഓൾ ദ എലമെൻറ്റ്സ് എബവ് ദ ലീഡിങ് ഡയഗണൽ ആർ 0. എബവ് ദ ലീഡിങ് ഡയഗണൽ ആർ 0. അപ്പോൾ ലീഡിങ് ഡയഗണലെ 3, 4, 5. ഇതാണ് ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ്. ഈ ലീഡിങ് ഡയഗണൽ നമ്പേഴ്സിൽ അപ്പോൾ മുകളിലെല്ലാം 0 വരികയും താഴെ എലമെൻറ്റ്സ് വരികയും ചെയ്യുകയാണെങ്കിൽ അതിനെയാണ് എന്താ പറയുക? ട്രയാങ്കുലർ മെട്രിക്സ്. അപ്പോൾ ട്രയാങ്കുലർ മെട്രിക്സ് നമുക്ക് ഒന്നുകൂടെ കൺഫേം ചെയ്യാം. എന്താണ് ട്രയാങ്കുലർ മെട്രിക്സ്? ട്രയാങ്കുലർ മെട്രിക്സ് ഇഫ് every element above and below the leading diagonal are 0. It may be upper triangular. It may be classified into 2, upper triangular and lower triangular. What is meant by upper triangular? Upper triangular means all the elements below the leading diagonal are 0. Below the leading diagonal are 0. Leading diagonals are 1, 2, 3. Below the leading diagonals are 0. Then above, that is elements. Then same time, what is meant by lower triangular? Lower triangular, all the elements above the leading diagonal are 0. ലീഡിങ് ഡയഗണൽസിൻ്റെ മുകൾ ഭാഗത്ത് 0 വരികയാണെങ്കിൽ അതിനെന്തെന്ന് പറയണം? ദെൻ ലോവർ ട്രയാങ്കുലർ എന്ന് പറയണം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് വാട്ട് ഈസ് മെൻ ബൈ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. വാട്ട് ഈസ് മെൻ ബൈ ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്? വാട്ട് ഈസ് മെൻ ബൈ ഇക്വാലിറ്റി? ഒരു മെട്രിക്സ് എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് പറയാം. ദാറ്റ് ഈസ് കോൾഡ് ആസ് ഇക്വാലിറ്റി ഓഫ് മെട്രിസസ്. Equality of matrices. Equality of matricesലെ a matrix രണ്ട് കണ്ടീഷൻ, 2 matrices A and B are said to be equal. അവിടെ 2 matrices അവിടെ if 2 matrices A and B are equal if രണ്ട് കണ്ടീഷൻസ് ഉണ്ട്. അതായത് എ എന്ന് പറയുന്ന മെട്രിക്സും ബി എന്ന് പറയുന്ന മെട്രിക്സും ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എ ആൻഡ് ബി ആർ ദ സെയിം ഓർഡർ. എ ആൻഡ് ബി are the same order. Second condition, corresponding elements are equal. Second condition is corresponding elements are equal. Corresponding elements are equal. കുട്ടികൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇക്വാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് മെട്രിക്സ് എങ്ങനെയാണ് ഈക്വൽ ആണെന്ന് പറയണേ.
ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് മീൻസ് എന്താ ഇക്വാലിറ്റി എന്ന് പറയുന്നത്? രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ ഇഫ് ടു മെട്രിക്സസ് എ ആൻഡ് ബി ആർ ഈക്വൽ, ഇഫ് ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എ ആൻഡ് ബി ആർ ദ സെയിം ഓർഡർ ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് കറസ്പോണ്ടിങ് ആർ ഈക്വൽ. നമുക്കൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു മെട്രിക്സ് 1 2 3 5, B is equal to matrix 1 2 3 5. ഈ മെട്രിക്സ് നമുക്ക് ഈക്വൽ ആണെന്ന് പറയാം. ഈ മെട്രിക്സ് ഈക്വൽ ആണെന്ന് പറയണമെങ്കിൽ എ ഈസ് ഈക്വൽ ടു ബി രണ്ട് കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിട്ടുണ്ട്. രണ്ട് കണ്ടീഷൻസ് എന്ന് പറയുന്നത് ഫസ്റ്റ് മെട്രിക്സിൻ്റെ ഓർഡർ, ഈ മെട്രിക്സിൻ്റെ ഓർഡർ ഏതാ 2, സെക്കൻഡ് മെട്രിക്സിൻ്റെ ഓർഡർ ഏതാ 2, ഓർഡർ രണ്ടും സെയിം ആണ്. ദെൻ കറസ്പോണ്ടിങ് എലമെൻറ്റ്സും സെയിം ആയിരിക്കണം. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് എന്ന് പറയുമ്പോൾ 1 1 എന്ന് പറയുന്ന പൊസിഷനിലുള്ള അതേ നമ്പർ തന്നെയായിരിക്കണം. A11 എന്ന് പറയുന്ന അതേ പൊസിഷനായിരിക്കണം B11. A12 എന്ന് പറയുന്നതും B12 എന്ന് പറയുന്നതും സെയിം ആയിരിക്കണം. അതായത് 1 എന്നുള്ളിടത്ത് 1ഉം 2 എന്നുള്ളിടത്ത് 2ഉം 3 എന്നുള്ളിടത്ത് 3ഉം 5 എന്നുള്ളിടത്ത് 5ഉം വന്നാൽ മാത്രമേ എന്ത് പറയാൻ പറ്റൂ? A ഈസ് ഈക്വൽ ടു B എന്ന് പറയാനായിട്ട് സാധിക്കുള്ളൂ. ഇനി ഞാൻ ഇവിടെ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ 2 1 3 5 ഇത് ശരിയാണോ എന്ന് ചോദിക്കുമ്പോൾ ഫസ്റ്റ് എ ഈസ് ഈക്വൽ ടു ബി എന്ന് പറയാൻ പറ്റുമോ? ഓർഡർ സെയിം ആണ്, ഓർഡർ 2 ആണ്, ഓർഡർ 2 ആണ്, ഓർഡർ സെയിം ആണ്. പക്ഷേ എലമെൻറ്റ്സ് സെയിം ആണോ? എലമെൻറ്റ്സും സെയിം ആണ്. 1ഉം 2ഉം 2ഉം 1ഉം 3ഉം 5ഉം 3ഉം 5ഉം എലമെൻറ്റ്സ് എല്ലാം സെയിം ആണ്. അപ്പോൾ എയും ബിയും സെയിം അല്ലേ? അല്ല, എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. എയും ബിയും സെയിം അല്ലാതിരിക്കാനുള്ള സെക്കൻഡ് കണ്ടീഷൻ ഈസ് നോട്ട് ഫുൾഫില്ലിങ്. സെക്കൻഡ് കണ്ടീഷൻ എന്ന് പറയുന്നത് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഈക്വൽ എന്ന് പറയുന്നതാണ്. ഇവിടെ കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ഈക്വൽ ആണോ? 1 1 എന്ന് പറയുന്ന പൊസിഷനും A11 എന്ന് പറയുന്ന പൊസിഷനിലെ നമ്പർ തന്നെയാണോ B11 എന്ന് പറയുന്നത്? അല്ല, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ശരിയല്ല എങ്കിൽ എ ഈസ് നോട്ട് ഈക്വൽ ടു ബി. കേട്ടോ, ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ സെയിം ആണെന്ന് പറയരുത്. കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് കൂടെ സെയിം ആണെങ്കിൽ മാത്രമേ ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ് എന്ന് പറയാൻ പറ്റൂ. ഇവിടെ 1 2 എന്നുള്ളിടത്ത് 1 2 തന്നെ വന്നെങ്കിൽ നമുക്ക് എന്തെന്ന് പറയാം? എ ഈസ് ഈക്വൽ ടു ബി. കണ്ടോ, രണ്ട് മെട്രിക്സ് ഈക്വൽ ആണെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ ഈസ് എ ആൻഡ് ബി ആർ ദ സെയിം ഓർഡർ, കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഓൾസോ സെയിം ഓർഡർ. ദെൻ നെക്സ്റ്റ് വൺ ഈസ്, നമുക്കൊരു കാര്യം ചെയ്യാം. ഇതുവരെ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്കുകൾ എന്തൊക്കെയാണെന്നൊന്ന് ഓർത്ത് നോക്കാം. വാട്ട് ഈസ് മെൻ ബൈ മെട്രിക്സ് എന്ന് പറഞ്ഞു. അപ്പോൾ ഈ ചാപ്റ്ററിലെ മെട്രിക്സ് കൺക്ലൂഷനിലേക്ക് എത്താം. വാട്ട് ഈസ് മെൻ ബൈ മെട്രിക്സ്? എ മെട്രിക്സ് ഈസ് എ റെക്ടാങ്കുലർ പ്രസൻറ്റേഷൻ ഓഫ് നമ്പേഴ്സ് arranged systematically in rows and columns describing various aspects of phenomena interrelated some manner. ഏതെങ്കിലും പരസ്പരം ബന്ധമുള്ള രീതിയിൽ നമ്പേഴ്സിനെ റോസ് ആൻഡ് കോളംസ് ആയിട്ട് അറേഞ്ച് ചെയ്യുന്ന രീതിയാണ് ഇത് മെട്രിക്സ് എന്ന് പറയുന്നത്. മെട്രിക്സിന് ഒരു ബ്രാക്കറ്റിൽ നമ്മൾ ദെൻ ഇറ്റ് ഈസ് പ്രൊപ്പോണ്ടഡ് ബൈ സിൽവെസ്റ്റർ എന്ന് പറയുന്ന വ്യക്തി 1850 ഇത് പ്രൊപ്പോണ്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല ഒരുപാട് ബിസിനസ് അപ്ലിക്കേഷനിലും മെട്രിക്സസ് യൂസ് ചെയ്യുന്നുണ്ട്. ബിസിനസ് പ്രോബ്ലംസ് സോൾവ് ചെയ്യുന്നുണ്ട്, ലീനിയർ ഇക്വേഷൻ സോൾവ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ഈസ് ഓൾസോ ഹെൽപ്ഫുൾ ഫോർ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്. So these are the importance of matrix in commercial field. Then matrixile what are the different order of a matrix? എപ്പോഴും മെട്രിക്സ് ഇനി ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങളോട് പ്രോബ്ലം ചെയ്യാനായിട്ട് പറയാറുണ്ട്. ആ പ്രോബ്ലം ചെയ്യാൻ പറയുമ്പോഴും മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 എന്ന് പറയുമ്പോൾ നമ്മൾ എഴുതേണ്ടത് ഫസ്റ്റ് റോയാണ്. 1 2 3 ഫസ്റ്റ് റോ. എപ്പോഴും മെട്രിക്സ് എ ഈസ് ഈക്വൽ ടു 1 2 3 ദെൻ സെക്കൻഡ് റോ 3 6 4 എന്നൊക്കെ പറയുമ്പോൾ സെക്കൻഡ് റോ. അല്ലാതെ ഒരിക്കലും നമ്മൾ കോളല്ല ആദ്യം എഴുതുക. ആദ്യം എഴുതേണ്ടത് റോയാണ്. നമ്മൾ ഓർഡർ കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴും മെട്രിക്സിൻ്റെ ഓർഡർ എഴുതുമ്പോഴും ആദ്യം എഴുതേണ്ടത് റോ ആയിരിക്കും. സെക്കൻഡ് എഴുതുന്നത് മാത്രമേ കോളം എഴുതുന്നുള്ളൂ. ദെൻ ഓർഡർ ഓഫ് എ മെട്രിക്സ് എന്ന് പറയുന്നത് 3/4 മെട്രിക്സ് എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് ഓർമ്മ വരണം. 3/4. ദെൻ ഫസ്റ്റ് റോ, സെക്കൻഡ് റോ, തേർഡ് റോ. ഫസ്റ്റ് കോളം, സെക്കൻഡ് കോളം, തേർഡ് കോളം, ഫോർത്ത് കോളം. That is the order of a matrix. കണ്ടോ, അപ്പോൾ ഓർഡർ ഓഫ് എ മെട്രിക്സ്, what are the different types of matrix? Raw matrix,
column matrix, ഓർമ്മ വരണം റോ മെട്രിക്സ് ഫസ്റ്റ് റോ. സെക്കൻഡ് വൺ ഈസ് കോളം മെട്രിക്സ്. ദെൻ സ്ക്വയർ മെട്രിക്സ്, ഈക്വൽ നമ്പർ ഓഫ് റോസ് ആൻഡ് കോളംസ്. Column matrix, square matrix. Then rectangular matrix. Rectangular matrix is not equal the number of rows and columns, not equal. 3 by 4, 4 by 3, 2 by 3, 4 by 5 എന്നൊക്കെ പറയുന്ന ഓർഡറുകളെ നമുക്ക് എന്ത് പറയാം? റെക്ടാങ്കുലർ മെട്രിക്സ് എന്ന് പറയാം. ദെൻ നെക്സ്റ്റ് വൺ ഈസ് ലീഡിങ് ഡയഗണൽസ്. All the elements 1 1, 2 2, 3 3, 4 4. The leading diagonals are called as, അതിനെന്താ പറയുക? ലീഡിങ് ഡയഗണൽ നമ്പേഴ്സ്. വാട്ട് ഈസ് മെൻ ബൈ ഡയഗണൽ മെട്രിക്സ്? എ മെട്രിക്സ് ഇൻ വിച്ച് ഓൾ ദി എലമെൻറ്റ്സ് എക്സെപ്റ്റ് ദി ലീഡിങ് ഡയഗണൽസ് ആർ 0. ലീഡിങ് ഡയഗണൽസ് ഒഴികെ 1 1 എല്ലാം ഒഴികെ ബാക്കിയെല്ലാം 0 വരികയാണെങ്കിൽ അതിനെയാണ് പറയുക ലീഡിങ് ഡയഗണൽസ് എന്ന് പറയുക. യൂണിറ്റ് മെട്രിക്സിലെ ലീഡിങ് ഡയഗണൽസ് 1 1 1 എന്ന് പറയുന്ന പൊസിഷൻ ആയിരിക്കണം. നൾ മെട്രിക്സിലോ എല്ലാ എലമെൻസും 0 ആയിരിക്കണം. ട്രയാങ്കുലർ മെട്രിക്സിലോ ദെൻ ട്രയാങ്കുലർ മെട്രിക്സ് അപ്പർ ട്രയാങ്കുലർ ലോവർ ട്രയാങ്കുലർ. ദെൻ മനസ്സിലാക്കാം. ദെൻ ലാസ്റ്റ് വൺ ഈസ് ഇക്വാലിറ്റി ഓഫ് മെട്രിക്സസ്. മെട്രിക്സ് മേ ബി ഈക്വൽ ആവണമെങ്കിൽ ഫസ്റ്റ് കണ്ടീഷൻ എന്തായിരുന്നു? ഓർഡർ ഓഫ് ദ മെട്രിക്സ് ആർ സെയിം. ആൻഡ് സെക്കൻഡ് കണ്ടീഷൻ ഈസ് കറസ്പോണ്ടിങ് എലമെൻറ്റ്സ് ആർ ഓൾസോ സെയിം. വളരെ നന്നായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതിൽ നിന്ന് പലതരത്തിലും ട്വിസ്റ്റ് ചെയ്തിട്ടൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ദെൻ ഓക്കെ, നന്നായിട്ട് വായിച്ചു നോക്കുക. ഈ പറയുന്ന എക്സാമ്പിൾസൊക്കെ നിങ്ങൾ എഴുതി നോക്കുക. ദെൻ ഓക്കെ, താങ്ക് യു ഓൾ.